ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പം അത് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരണമെങ്കിൽ നിങ്ങൾ റീഡിങ്സ് മാത്രം കണ്ടതുകൊണ്ട് കാര്യമില്ല. എൻ്റെയും തന്നെയല്ല, മറ്റുള്ളവരുടെയും റീഡിങ്സ് മാത്രം കണ്ടതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൂടി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. നിങ്ങളെന്ന വ്യക്തിയിലെ ആ ഒരു കുറവുകളെ കണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം സെൽഫ് ലവ് ആണ്. നിങ്ങളെ ഇഷ്ടപ്പെടുക. നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ അവരിലേക്ക് നോക്കി കാണും. നിങ്ങൾക്ക് ആരെങ്കിലോടും ദേഷ്യ വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് ഹീലാക്കി കളയണം. അങ്ങനെ ഹീലാക്കി കളഞ്ഞുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം, മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണെങ്കിലും ആ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ പറയുന്നത് പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കാനാണ്, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാനാണ്. നിങ്ങൾക്ക് ഏത് ദൈവത്തെയാണ് വിശ്വാസമെങ്കിൽ ആ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ചെയ്യേണ്ട കാര്യം കൂടെ നമ്മൾ ചെയ്തിട്ട് വേണം നമ്മുടെ പേഴ്സൺ മടങ്ങി വരുവാനായിട്ട്, വെയിറ്റ് ചെയ്യാനായിട്ട്. ഇനി ഞാൻ റീഡിങ്ങിലേക്ക് പോവാണ്. ഇവിടെ ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് എന്ന് പറയുമ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ പേഴ്സൻ്റെ എനർജിയാണ്. ദ എംപ്രസ് ആണ് കിട്ടിയിട്ടുള്ളത്. അവരുടെ മനസ്സിൽ നിങ്ങളോട് തോന്നുന്നത് ഒരു ഡിവൈൻ എനർജിയാണ്. ഇതൊരു സോൾമേറ്റ് കണക്ഷനൊക്കെ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളും അവരും തമ്മിൽ ഒരു സെപ്പറേഷൻ ആണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. ആദ്യകാലങ്ങളിൽ നിങ്ങളാണ് അവരെ ചേസ് ചെയ്ത് പോയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോവാതെ നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഈ സൈലൻസ് ആണ് അവരിലേക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. അവർക്ക് നിങ്ങളെന്ന വ്യക്തി ഒരു അമ്മയെ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അമ്മയെ പോലെ എന്ന് പറയുമ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവര് ഏത് ജെൻഡർ ആണോ അതിന്റെ ഓപ്പോസിറ്റ് ചിന്തിക്കുക. നിങ്ങൾ കൊടുത്ത കരുതല്, നിങ്ങൾ കൊടുത്ത സ്നേഹം, അതാണ് ഇവിടെ അമ്മയെ പോലെ എന്ന് മീൻ ചെയ്യുന്നത്. അവരായിട്ടിരുന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണ്. ഇവിടെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ്. ഒരു പുതിയൊരു ജീവിതത്തെ അവർ നോക്കി കാണുന്നുണ്ട്. ഇവിടെ ഒരു ഗിവൺ ബർത്തിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എവിടെ എൻഡായെന്ന് നിങ്ങൾ കരുതുന്നുവോ അവിടെ നിന്ന് ഒരു ബർത്ത് ആണ് സംഭവിക്കാൻ പോകുന്നത്. പുതിയതായിട്ട് തുടങ്ങാൻ പോവാണ്. ഒരു കുഞ്ഞിനെ അമ്മ ഉദരത്തിൽ ചുമക്കുമ്പോൾ ആ അമ്മ ചിന്തിക്കുന്നതും ആ അമ്മയ്ക്ക് ചുറ്റും നടക്കുന്നതും ആ കുഞ്ഞ് അറിയുന്നുണ്ട്. നിങ്ങളെന്ന വ്യക്തി പ്രപഞ്ചം എന്ന ഒരു അമ്മയുടെ ഉദരത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ആ അമ്മ മനസ്സിലാക്കി തരുന്നുണ്ട്. നല്ല നല്ല കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ആകർഷിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് പുതിയ മാറ്റങ്ങളെയാണ് യൂണിവേഴ്സ് സൃഷ്ടിക്കുന്നത്. ആ പുതിയൊരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളെന്ന വ്യക്തിയുടെ ബർത്ത് സംഭവിക്കാൻ പോവാണ്. മാറ്റങ്ങൾ സംഭവിച്ച നിങ്ങളുടെ ബർത്ത്. അതായത് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാകൂ എന്നുള്ള ആദ്യ അറിവാണ് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആരൊക്കെ നമ്മളെ ദ്രോഹിച്ചാലും അവരോടൊന്നും ചെയ്യാൻ പോകേണ്ട, പ്രതികാരം ഒന്നും ചെയ്യാൻ പോകേണ്ട. അതൊക്കെ യൂണിവേഴ്സ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റിയ ആരായോട്ടെ അവരോട് ദേഷ്യം വൈരാഗ്യം ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാനാണ് യൂണിവേഴ്സ് പറയുന്നത്. പോസിറ്റീവ് തിങ്കിങ്ങിനെ നിങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. തിരക്ക് പിടിച്ചൊരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവരുടെ കരിയറിനെയാണ് കാണിക്കുന്നത്. രാവും പകലുമില്ലാതെ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. മെഡിക്കൽ ഫീൽഡ് ആവാം, പോലീസിലാവാം, സോൾജിയർ ആവാം, രാഷ്ട്രീയ പ്രവർത്തകനുമാവാം. അങ്ങനെ അവരുടെ കരിയർ എന്ന് പറയുന്നത് രാവും പകലും അധ്വാനിക്കേണ്ടതിന്റെ ആവശ്യകതയുള്ള ഒരു കരിയറാണ്. അപ്പോൾ അതുപോലെ അധ്വാനിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. അവരെന്ന വ്യക്തി മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കരിയർ ആണെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ അവര് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് താല്പര്യമുള്ളതുപോലെ തന്നെ അവര് ആ സമയങ്ങളിലും അവരുടെ സ്വപ്നങ്ങളെ നോക്കി കാണുന്നുണ്ട്.
അത്രയും തിരക്കിനിടയിലും നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും സെപ്പറേറ്റ് ആവാനായിട്ട് ആരൊക്കെ കാരണമായാലും എന്തൊക്കെ കാരണമായാലും ആ ഒരു എൻഡിങ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ മാറാൻ പോവുകയാണ്. നിങ്ങൾ ഇപ്പോൾ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ ഒരവസ്ഥ അവരെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് അവരുടെ വേദനയാണ് കാണിക്കുന്നത്. 4 ഓഫ് കപ്സ് കാർഡാണ് കാണിക്കുന്നത്. ഇവിടെ 4 കപ്സിനെയാണ് കാണിക്കുന്നത്. കപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഇമോഷനെയാണ് നമ്മൾ മീൻ ചെയ്യേണ്ടത്. ഇവിടെ 3 കപ്പ് എന്ന് പറയുന്നത് അവരുടെ ഫാമിലി, കരിയർ, അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. എന്നാൽ ഒരു കപ്പിനെ അവർ മാറ്റി വെച്ചിരിക്കുകയാണ്. അത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയാണ്. നിങ്ങളെന്ന വ്യക്തിയിലേക്കുള്ള ഒരു സ്നേഹത്തെ തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അവര് നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഓർത്തുകൊണ്ട് അവർ വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങളോട് ചെയ്ത ആ ഒരു തെറ്റിനെ കുറിച്ചും അവർ ഓർക്കുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള സമയത്ത് അവർക്ക് നിങ്ങളെ കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല. നിങ്ങളുടെ മനസ്സറിയുവാനും സാധിച്ചിട്ടില്ല. അവിടെ എക്സ്പീരിയൻസ് ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവിടെ അവരുടെ മൈൻഡിനെ തന്നെ കൺട്രോളിലാക്കാൻ വേണ്ടിയിട്ട് അവർ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും അവരുടെ മനസ്സിനെ അവർക്ക് കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ ഓർമ്മകൾ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. അവർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിയൂണിയനെ തന്നെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് 3 ഓഫ് വാൺസ് കാർഡാണ്. 3 ഓഫ് വാൺസ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. അവര് എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഒരു എഫേർട്ട് എടുക്കാനായിട്ട് ഇപ്പോൾ തയ്യാറാണ്. മുന്നേ ഓപ്പർച്യൂണിറ്റി മിസ്സിംഗ് എന്നാണ് പറഞ്ഞത് അല്ലേ? ആ ഒരു മിസ്സിംഗ് അവർക്ക് ഒത്തിരി വേദനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവരായിട്ട് തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ഗ്യാപ്പ് വരാനും കാരണം, ഈ ഒരു സെപ്പറേഷൻ വരാനും കാരണമെന്ന് അവർക്ക് നല്ല ബോധമുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്ന് അവർ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്. 3 ഓഫ് വാൺസ് കാർഡ് എന്ന് പറയുമ്പോൾ ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും അവർ ദൂരേക്ക് നോക്കിയിരിക്കുകയാണ്. റൈറ്റ് ഡയറക്ഷനിലാണെന്ന് യൂണിവേഴ്സ് പറയാണ്. നിങ്ങളിലേക്ക് വരാതെ പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം സുഗമമായി പോവില്ല. അവരെന്ന വ്യക്തിയെ മനസ്സിലാക്കിയിട്ടുള്ളതും നിങ്ങൾ തന്നെയാണ്. നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോഗ്രസ് ഉണ്ടാവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുമ്പോൾ 5 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഇതും ഒരു ഇമോഷനെ തന്നെയാണ് കാണിക്കുന്നത്. അവരുടെ മനസ്സിൽ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ ആദ്യം ചേസ് ചെയ്തു പോയപ്പോൾ, നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്തു പോയപ്പോൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലായിട്ടുണ്ടായില്ല എന്ന് ഞാൻ പലപ്പോഴും പറയുന്നതാണ്. അവർക്ക് ഇപ്പോൾ തോന്നുന്നത് ഡിസപ്പോയിൻമെന്റ് ആണ്. ബിറ്റർനെസ്സിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. ബ്രോക്കൺ ഹാർട്ടിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അവർ നിങ്ങളോട് മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം വിഷമിച്ചിരുന്നു എന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കാണ്. നിങ്ങൾ അന്ന് വിഷമിച്ച ആ ഒരു സ്റ്റേജിലൂടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങളെന്ന റിയൽ സോളിനെ മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങളെന്ന വ്യക്തിയുടെ ലവിനെ മനസ്സിലാക്കിക്കൊണ്ട് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നതും നിങ്ങളിലേക്ക് മടങ്ങി വരുവാനാണ്, നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുമൊത്തുള്ള ബ്രില്യന്റ് ഫ്യൂച്ചറിനെയാണ് അവർ സ്വപ്നം കാണുന്നത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ദ ഹീറോഫിൻ്റ് ആണ്. ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു ലെസൺ പഠിച്ചു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അവർ കരുതിയിട്ടുണ്ടാവണം അവർ ഒത്തിരി ഈഗോ ഉള്ളൊരു പേഴ്സൺ ആയിരുന്നു. ആ ഈഗോയ്ക്ക് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അവർ ഇപ്പോൾ തനിച്ചായതുപോലെ അവർക്ക് ഫീൽ ചെയ്യാണ്. അവരെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ആരും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ സ്പിരിച്വൽ ലീഡർ ആണെന്ന് പറയുന്നു, ഒരു ഗൈഡാണെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ പേഴ്സൺ വളരെ തിരക്കുള്ളൊരു വ്യക്തിയാണ്. മെഡിക്കൽ ഫീൽഡ്, പോലീസ്, അല്ലെങ്കിൽ സോൾജിയർ, അങ്ങനെയുള്ള ഒരു ഫീൽഡ് തന്നെയാണ്. ഒത്തിരി അറിവുള്ളൊരു വ്യക്തിയാണ്. അവർക്ക് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാനുള്ള കഴിവുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി യൂണിവേഴ്സ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഒരു എഡ്യൂക്കേഷൻ ഓർ ട്രെയിനിങ്ങിൻ്റെ ഒരു തലവനാവാം.
അങ്ങനെ ഒരു കാര്യം കൂടി ഈ കാർഡ് മീൻ ചെയ്യുന്നുണ്ട്. അവരെന്ന വ്യക്തി വളരെയേറെ അറിവുള്ളൊരു വ്യക്തിയാണ്. എത്ര അറിവുകൾ അവർക്ക് ഉണ്ടെങ്കിലും ഒരു ഈഗോ അവർക്ക് ഉണ്ടായിരുന്നു. ആ ഈഗോയ്ക്കാണ് ഇപ്പോൾ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്ന വ്യക്തിയാണ് അവരുടെ ഈഗോയ്ക്ക് മാറ്റം വരുവാനായിട്ട് ഉള്ള ഒരു കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി. ഇന്ന് അവർ നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുമ്പോൾ ശരിയായ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് ശരിയായ വ്യക്തിയെ മനസ്സിലാക്കിക്കൊണ്ടാണ് വരുവാനായിട്ട് ഒരുങ്ങുന്നത്. നിങ്ങൾ എന്ന വ്യക്തിയുടെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു എസൻസിനെ മനസ്സിലാക്കിക്കൊണ്ട്, എസൻസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിലെ ഏറ്റവും സത്തായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു കാര്യത്തെ തന്നെയാണ് അവർ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ പ്യുവർ ഹേർട്ടിനെയാണ് അവർ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഈഗോ ആ ഒരു കാര്യം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ എനർജിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഇനി ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുമ്പോൾ 3 ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ് ആണ് യൂണിവേഴ്സൽ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തെയാണ് യൂണിവേഴ്സൽ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നമുക്ക് നോക്കാം. ഒരു പെയിൻഫുള്ളിനെയാണ് ഈ കാർഡ് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു നഷ്ടം എന്ന് പറയുന്നത് അവരിപ്പോൾ വളരെയേറെ വേദനിക്കുകയാണ്. ഹേർട്ട് ബ്രേക്കിനെയാണ് കാണിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ, അത് മിസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവർ വളരെയേറെ വേദനിക്കുന്നുണ്ട്. നിങ്ങളോട് ചെയ്ത തെറ്റിനെ ഓർത്ത് അവർ വിലപിക്കുന്നുണ്ട്. രാത്രി കാലങ്ങളിലാണ് അവർക്ക് വളരെയേറെ ഫീൽ ചെയ്യുന്നത്, ഏകാന്തത അനുഭവപ്പെടുന്നത്. ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും അവര് തനിച്ചാണ്. അവരുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവരിന്ന് സങ്കടപ്പെടുന്നുണ്ട്. അവരുടെ ഹൃദയം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോട് കഴിഞ്ഞു പോയ പാസ്റ്റിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് എന്ന് പറയുവാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളോട് സോറി പറയുവാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഈഗോ മാറ്റി വെച്ചുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെന്ന വ്യക്തിയെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇനി മടങ്ങി വരുവാനായിട്ട് ഒരുങ്ങുന്നത്. ഒരു വ്യക്തി എപ്പോഴും അവൈലബിൾ ആണെങ്കിൽ ആ വ്യക്തിയുടെ വാല്യൂ ഒരിക്കലും മനസ്സിലാവാൻ പോണില്ല. എന്നാൽ എന്ന് മുതൽ നിങ്ങൾ സെപ്പറേഷനിലായോ, നോ കോണ്ടാക്ട് ആയോ, അന്ന് മുതലാണ് ആ വ്യക്തിയുടെ ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത്, ആ വാല്യൂ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും മനസ്സിലാവുള്ളൂ. ഒരു കണ്ണ് നഷ്ടപ്പെട്ടാലാണ് ആ കണ്ണിന്റെ വാല്യൂ മനസ്സിലാവുള്ളൂ. അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളെക്കാളും അവരെ വേദനിപ്പിക്കുന്നുണ്ട്. അഥവാ നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദന പാസ്റ്റില് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയ സമയത്ത് അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ വേദനയാണ്. ആ ഒരു വേദന യൂണിവേഴ്സായിട്ട് തന്നെ അവരെ ഇപ്പോൾ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇനി നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊരു തീരുമാനം എടുക്കേണ്ടത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ എത്ര പേര് നിങ്ങളുടെ പേഴ്സൺ മടങ്ങി വരികയാണെങ്കിൽ അവരെ സ്വീകരിക്കും? ഏതൊരു തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും അത് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സോട് കൂടി എടുക്കുക. നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ തെറ്റാണ് നിങ്ങളോട് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. ചിലവര് നിങ്ങളോട് പറഞ്ഞിട്ടായിരിക്കണം പോയിട്ടുള്ളത്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ പറഞ്ഞിട്ടാവണം പോയിട്ടുള്ളത്. എന്നാൽ അവർ മടങ്ങി വരുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് ഡിസിഷൻ എടുക്കാനുള്ള എല്ലാ കഴിവും ഇപ്പം ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ പഴയൊരു വ്യക്തിയല്ല, നിങ്ങളിൽ ഒത്തിരി എനർജി കൈവന്നിട്ടുണ്ട്, കറേജ് കൈവന്നിട്ടുണ്ട്, ഒരു ഡിസിഷൻ എടുക്കാനുള്ള പ്രാപ്തയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെന്ന വ്യക്തിയോട് സോറി പറയുവാനും ആഗ്രഹിക്കുന്നുണ്ട്. വളരെയേറെ ഡിസപ്പോയിൻമെന്റ് ഉള്ളൊരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെയാണ് ഈ കാർഡ്സ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തിയുടെ മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നതും മെയിനായിട്ടൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരിൽ ഈഗോ ഉണ്ടായിരുന്നു. ആ ഈഗോയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഈ റീഡിംഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. ഇനി പേഴ്സണൽ റീഡിങ്ങിന് വന്നാലേ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുള്ളൂ.
എൻ്റെ നമ്പർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. കോൾ ചെയ്യരുത്, മെസ്സേജ് ചെയ്യണേ. കൂടുതൽ വീഡിയോസുമായിട്ട്, കൂടുതൽ നല്ല അറിവുകളുമായിട്ട്, നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജിയുമായിട്ട് ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.